ചില ഹുദവികളുണ്ട്, വലിയ ആൾക്കാരാണ് അവരൊക്കെ വിചാരം. ദാറുൽ ഹുദയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഹുദവികളുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കണം. അവര് ലേക്കാഷ്കു ചൊല്ലാൻ എന്താണ് മൗലവിമാരെ നിങ്ങളൊന്ന് പഠിക്കുന്ന നമ്മളോട് പറയണത്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് വന്നിട്ട് ശക്കന്നാസു ഇലാ റസൂലില്ലാഹി എന്ന ഹദീസിലില്ലേ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബിമാര് വന്ന് ആവലാതി ബോധിപ്പിച്ചു എന്ന് ഹദീസിലില്ലേ, നിങ്ങളിതൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങൾ ഈ ലേക്കാഷ്കു എന്ന് കേൾക്കുമ്പോഴൊക്കെ ശിർക്കായി എന്ന് പറയല്ലേ. സാധുക്കളെ ഒന്ന് പഠിക്കൂ എന്ന് നമ്മളോട് പഠിക്കാൻ വേണ്ടി ഹുദവി പറയുന്ന കൊച്ചു വാചകം ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു. അതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിലെ ഈ വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേഖ അഷ്കൂ ഫീഹിയ, നബിയെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശ്രയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ശക്കന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മത്രി. ഹദീസുകൾ എടുത്തു നോക്കി. മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു. അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം പുറത്തു പോയോ? ലക അഷ്കു എന്ന് പറയുമ്പോഴേക്കും അത് തെറ്റായിപ്പോയി. ഒന്ന് സാധുക്കളെ ഒന്ന് പഠിച്ചോളി. പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. എന്താ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് ഹുദവിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് സഹാബത്ത് എന്താ പറഞ്ഞത്? ഖുഹൂതൽ മത്രി, മഴക്ക് ക്ഷാമുണ്ട് എന്ന് പറഞ്ഞു. നേതാവിനോടെന്നല്ലേ അണികൾ വന്നിട്ട് പറയാ? അത് ആവലാതി പറയലെന്നല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ ഫ്ലാറ്റിൽ വെള്ളമില്ലെങ്കിൽ അത് അമീറിനോട് പോയിട്ടാ പറയാ, നേതാവിനോട് പോയിട്ട് പറയും. അതിന്റെ പരിഹാരം എന്താണ്? നേതാവ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അള്ളാന്റെ റസൂല് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ആരാ? ഞാൻ അള്ളാന്റെ റസൂല്. ഞാനിതാ ഇവിടെ മഴ വേണം, എന്നപ്പോഴും മഴ വേണ്ട, ഇവിടെ മഴയില്ല. അല്ലെങ്കിൽ വേറെ വേങ്ങര കോയപ്പാപ്പ ചെയ്ത പണി എന്താ? വേങ്ങര കോയപ്പാപ്പാനോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു മഴയില്ല എന്ന് പറഞ്ഞപ്പോ മഴയില്ല അല്ലേ എന്നും പറഞ്ഞ് മൂപ്പര് വേങ്ങര അങ്ങാടിയിൽ നിന്ന് എന്ത് ചെയ്തു? മുണ്ടങ്ങ് പൊക്കി നിന്നങ്ങ് മൂത്രമൊഴിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. കറാമത്ത് എഴുതി വിട്ടതാണ് സുന്നത്ത് മാസികയിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുന്നത്ത് മാസിക എന്ന് പറയുന്ന മാസികയിൽ മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ വേങ്ങര കോയപ്പാപ്പയോട് വേങ്ങര നിവാസികൾ വന്ന് പരാതി പറഞ്ഞപ്പോ മൂപ്പര് കണ്ട വഴിയാണ് ഉടുമുണ്ട് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞു ഉപ്പ വരും തകർപ്പൻ മഴ. ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. ഇതാണോ ഇസ്ലാം? ഇത് വലിയ കറാമത്തായിട്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പോഴും വിളിച്ചു പറയുന്നത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം. ഇത് ഞങ്ങൾക്കുള്ള തെളിവാ, ഞങ്ങളെ ഉമ്മ പഠിപ്പിച്ചതാ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്? ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് ആവലാതി പറഞ്ഞു. മൂപ്പര് വിചാരിച്ച എന്താണെന്നറിയോ? ഈ ശക, യഷ്കു, അഷ്കു എന്നൊക്കെയുള്ള വേർഡ് പ്രയോഗിക്കുന്നതിലാ നമുക്കുള്ള എല്ലാ പ്രശ്നവും എന്നാണ്. സാധു എന്താ പറയാ? അങ്ങനെ ഒരു വേർഡ് പറയാ. ആവലാതിപ്പെടുക എന്ന് പറഞ്ഞില്ലേ? ശിക്കായത്ത് പറഞ്ഞില്ലേ? ലക അഷ്കൂന്ന് ഞങ്ങൾ മങ്കൂസിൽ പറയും പോലെ ശകാന്ന് പറഞ്ഞില്ലേ? ആ വേർഡ് തന്നെ പറഞ്ഞില്ലേ? ആ വേർഡ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള മുഹമ്മദ് മുസ്തഫയോടാണ് ആ പറയുന്നത്. മുത്ത മുസ്തഫ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതും വീട്ടിൽ വെച്ചല്ല, ഓരോ സഹാബിമാരും അവരുടെ വീടിന്റെ അകത്തിരുന്നു കൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങ് മദീനത്തെ റൂമിലുണ്ടല്ലോ, മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ്, ഞങ്ങളൊക്കെ ദൂരദേശവാസികളാണ്, വരാൻ നിവൃത്തിയില്ല നിങ്ങളുടെ അടുത്തേക്ക്. ഓ നബിയേ, മഴ വേണം നബിയേ, ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് വിളിച്ചു തേടിയതാണോ? അവര് വിളിച്ചു തേടിയില്ല. കാരണം ദൂരെന്ന് വിളിച്ചാ കേൾക്കൂലാന്നാ സഹാബിമാർക്കറിയാം. അള്ളാന്റെ റസൂലിനോട് വല്ലതും ആവലാതിയോ പരാതിയോ കംപ്ലൈന്റോ പറയാനുണ്ടെങ്കിൽ മുത്ത മുസ്തഫ വരുന്ന അവിടുന്ന് എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് അവർ യാത്ര ചെയ്തു വരും.
കാതങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നാലും അവർ യാത്ര ചെയ്യും. കാരണം ദൂരെന്ന് വിളിച്ചാൽ അവിടുന്ന് കേട്ട് ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് മുസ്തഫ അവർ വരുന്ന നേരത്ത് റസൂലുള്ള ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്നത് തെളിയുന്നത് വരെ കാത്തിരിക്കും. മറക്കകത്താണെങ്കിൽ പുറത്തു വരുന്നത് വരെ ക്ഷമയോടെ കാത്തു നിൽക്കണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ എന്തിനാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തത്? മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നിസ്കാര സ്ഥലത്തേക്ക് ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. ആബാലവൃദ്ധം അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ആണും പെണ്ണും കുട്ടികളും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇരുന്നു കൊണ്ട് റബ്ബിന് തക്ബീർ ചൊല്ലുന്നു, ഹംദ് പറയുന്നു. നിങ്ങൾ എന്നോട് അവലാതിപ്പെട്ടില്ലേ? മഴയുടെ കമ്മിയെക്കുറിച്ച് പറഞ്ഞില്ലേ? എന്താണ് പരിഹാരമെന്നോ? അത് തരേണ്ട ആള് ഞാനല്ല. വഖദ് അമറക്കുമുല്ലോ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അൻതദുഊഹു, നിങ്ങൾ എന്നോടല്ല ദുആ ചെയ്യേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യണം. വവഅദക്കും, അങ്ങനെ ദുആ ചെയ്താലോ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്. അൻയസ്തജീബലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദാ ദുആ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫഖറാ അൻസിൽ ലനൽ ഗൈസ് വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാഹീൻ. ഇരു കൈകളും അതാ കക്ഷത്തിന്റെ വെളുപ്പ് പ്രകടമാകുവോളം അവിടുന്ന് അതാ കൈകൾ ഉയർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട്, റബ്ബേ നീ അല്ലാതെ ഒരാരാധ്യനില്ല, നീ മാത്രമാണ് എല്ലാം തികഞ്ഞ ധന്യനായവൻ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അൻസിൽ അലൈനൽ ഗൈസ്, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. ദുആ ചെയ്യുകയാണ്. ഭയങ്കര കുഴപ്പാപ്പ ഉടുമുണ്ട് പൊക്കിയിട്ട് മൂത്രമഴിച്ചൂനാ കറാമത്തായിട്ട് സുന്നികളെന്ന് വെറുതെ പറയുന്ന സമസ്തായിസത്തിന്റെ വക്താക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നേതാവ് മുത്ത മുസ്തഫയോട് മദീന നിവാസികൾ വന്നിട്ട് മഴയില്ലെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഉടുമുണ്ടല്ല പൊക്കിയത്, ഇരു കൈകളും മിമ്പറിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബേ മഴ തരണേ എന്ന് ദുആ ചെയ്യുന്നു. മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നു. സഹാബത്തിനെയും കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നു. മഴ പെയ്യുന്നു. സഹാബിമാരൊക്കെ ഇനി മഴ നനയാതിരിക്കാൻ എന്താ വഴിയെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന കാഴ്ച കണ്ടപ്പോ മുത്ത മുസ്തഫയദാ ചിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വഅന്നീ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. എനിക്കത്രേ പറ്റുള്ളൂ, അള്ളാഹിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. ആ മാതൃകയാണ് സഹാബത്ത് പിന്നെ പിൻപറ്റിയത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മഴക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെ ഇന്നുവരെ മഹാരഥന്മാരായ അയിമ്മത്തുകളും നേതാക്കളും ലോകത്തിന്റെ ആ ഒരു പാരമ്പര്യം അന്നു മുതൽ ഇന്നുവരെ മഴക്ക് ക്ഷാമം നേരിട്ടാൽ ഏതെങ്കിലും ജാറത്തിലെ കൊടിയെടുത്തുകൊണ്ട് ചുറ്റലല്ല, യാ നബി ചൊല്ലിട്ട് ജാറത്തിലെ ദർഗയിലെ കൊടിയെടുത്ത് ചുറ്റുകയോ ദപ്പ് മുട്ടിയിട്ട് തെരുവോരങ്ങളിലൂടെ നടക്കലോ അല്ല. മഴ കിട്ടാനുള്ള വഴി എന്താണ്? റബ്ബേ ഞങ്ങൾ സാധുക്കളാണ്. അൻസിൽ അലൈനൽ ഗൈസ് അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ, മഴ വേണം റബ്ബേ, മഴ തരണേ അല്ലാഹ്
എന്ന് ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്. ആ സംഭവമൊക്കെ ആരും പറയുന്നുണ്ട്, ഹുദവിയും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ ഹുദവിക്ക് മനസ്സിലായില്ല. ഇർത്തകബത്ത് ചൊല്ലുന്ന മുസ്ലിയാക്കളെ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? അള്ളാന്റെ റസൂലിനോട് ഞാൻ അവലാതിപ്പെടുമ്പോ എൻ്റെ റസൂൽ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയാണ്. എവിടെ വെച്ചാണെങ്കിലും റസൂൽ എന്നെ കേൾക്കും, എന്നെ കാണും, ഞാൻ വിളിക്കുന്നത് മനസ്സിലാകും, എന്നെ സഹായിക്കാൻ ഓടിയെത്തും, എൻ്റെ പാപം പൊറുക്കും, എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു തരും എന്ന വിശ്വാസത്തോടെ അല്ലേ നിങ്ങളാ വിളിക്കുന്നത്? ആ വിളിച്ചു പ്രാർത്ഥനയെയാണോ സ്വഹാബത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനോട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? ഇത് കടുത്ത ദുർവ്യാഖ്യാനമല്ലേ? ഇത് കടുത്ത അക്രമമല്ലേ? നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ തെളിവുണ്ടാക്കുന്നത്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ജൂതന്റെ പരിപാടി, റബ്ബ് വിലക്കിയ പരിപാടി. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴക്കല്ലേ, എന്നിട്ട് സത്യം നിങ്ങൾ മറച്ചു വെക്കല്ലേ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനായി ഹക്കിനെ മൂടി വെക്കുന്നത്? ഇത് യഹൂദിയോട് ചോദിച്ചതാണ്. ആ വഴിയല്ലേ ഈ മുസ്ലിയാക്കൾ സ്വീകരിക്കുന്നത്? സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചോ? എന്നിട്ട് അവർക്കും അറിയാം അതിൽ പറഞ്ഞ ശിക്കായത്ത് വേറെയാണ്, അതിൽ പറഞ്ഞ ആവലാതി വേറെയാണ്, ഇവിടെ സലഫികൾ എതിർക്കുന്ന ശിക്കായത്ത് വേറെയാണ്. അതൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ടും അത് മൂടിവെക്കുക എന്തിനാണ്? ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ഭാഗത്തെക്കുറിച്ച്.